ഹലോ ഫ്രണ്ട്സ്, മഴ മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാമച്ചനാകെ നമ്മുടെ ഗ്രേസമ്മ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. ഗ്രേസമ്മ ചെന്ന് സമാധാനപ്പെടുത്തുവാണ്. നീ ഒന്നും പേടിക്കണ്ട, വിഷമിക്കാതിരിക്കുക. പിന്നെ ആ കളവൻ ഇനി ഇങ്ങോട്ട് വരുമെന്നും തോന്നുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക. അതല്ല, എന്നാലും നീ അവർക്ക് പറഞ്ഞില്ലേ ഒരു 35 വയസ്സായ സ്ത്രീയാണെന്നൊക്കെ. ഇനി അങ്ങനെ ഒരു സംശയം അയാൾക്കുണ്ടാവില്ല, അയാൾ ഇങ്ങോട്ട് വരില്ല. എന്നാലും എനിക്കെന്തോ മാമച്ചായ പേടിയാണ്. കാരണം നമ്മൾ മോളെപ്പോലെ കരുതിയിട്ട് ഇത്ര നാളും കൊണ്ടു നടന്നിട്ട് ഒടുവിലെ കൈവിട്ട് പോകുന്ന ഒരു ഭയം. എടി, നീ അതിൻ്റെ സാധ്യതകളൊക്കെ ആലോചിച്ച് നോക്ക്. ഒരു പക്ഷേ ദേവതിക്കുട്ടി ആ വയസ്സിൻ്റെ കുടുംബത്തിലെ അംഗമാണെന്ന് വിചാരിച്ചു നോക്ക്. അതിന് അയാൾക്ക് തെളിയിക്കണ്ടേ? പിന്നെ കുഞ്ഞിനെ സ്നേഹനികേയത്തിൽ കൊടുത്തതിൻ്റെ ആ ഒരു രേഖകളൊക്കെ കാണില്ലേ, അത് വച്ചല്ലേ ഇവിടം വരെ എത്തിയത് അയാൾ. അങ്ങനെയൊക്കെ തെളിയിച്ചാൽ നമുക്കും തിരിച്ച് ചോദിക്കാം. അവരെ വലിയ കുടുംബക്കാരും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു വീട്ടിലൊരു കൊച്ചിനെ എങ്ങനെ സ്നേഹനികയത്തിൽ വളരേണ്ടി വരുന്നത് നമുക്ക് ചോദിച്ചൂടെ? അച്ഛനമ്മയെ ഉപേക്ഷിക്കുന്നവരല്ലേ അനാഥാലയത്തിൽ വളരുന്നത്. അവരെന്തിനാ ആ കൊച്ചിനെ ഉപേക്ഷിച്ചത്? അവർക്ക് വേണ്ടാത്തുണ്ടല്ലേ? പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാം മാമച്ചായ. പക്ഷേ രക്തബന്ധം ഉണ്ടെങ്കിൽ അവർക്കല്ലേ നമ്മളെക്കാളും കൂടുതൽ അവകാശം വരുന്നത്. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു ഇതും കിട്ടുന്നില്ല. നമുക്ക് എന്ത് അവകാശം പറയാൻ പറ്റും? ഗ്രേസമ്മ ഒരുപാട് സങ്കടപ്പെടുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മാമച്ചനോട് പറയുന്നുണ്ട്, സ്വന്തം മകളേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചു, അതിനേക്കാളും അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ അവൾക്ക് കൊടുത്തു. എന്നിട്ടിപ്പോൾ അവസാനം എനിക്ക് നല്ല വിഷമമുണ്ട്, പേടിയുണ്ട്. ആ കിളവൻ ഇനി വന്ന് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഞാനെൻ്റെ രവതിക്കുട്ടിയെ കൊടുത്തു വിടില്ല, നോക്കിക്കോ. അപ്പോൾ മാമച്ചനും ഭയങ്കരമായിട്ട് വിഷമാവാണ് കേട്ടോ. അന്നേരം അവർ വിചാരിക്കുന്നുണ്ട്, ഇനി ഒരു പക്ഷേ വിധി അതൊക്കെയാണെങ്കിൽ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും ഗ്രേസമ്മേ? ഒരു പെൺതരി ഉണ്ടായിരുന്നതിനെ സ്വന്തം ഡ്യൂട്ടിക്ക് കൊണ്ടുപോയി കർത്താവ് തന്നെ അങ്ങ് ആഫ്രിക്കയിലേക്ക്, പിന്നെ മകനെയാണെങ്കിൽ സ്വർഗത്തിലേക്കും വിളിച്ചു. അതിനൊക്കെ പകരമാണ് നമുക്ക് രേവതിക്കുട്ടിയെ ദൈവം തന്നത്. അവളെ നഷ്ടപ്പെടാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നീ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്ക്. ഇനി അയാൾ വരുമ്പോഴേ രേവതിക്കുട്ടി ഇവിടെ ഉണ്ടെങ്കിലോ, അയാൾ പറയുന്ന അവകാശങ്ങളും ന്യായങ്ങളും അവൾ കേട്ടെങ്കിലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇത് സ്നേഹനികേയത്തിനാണ് വളർന്നെന്നുള്ള കാര്യം രേവതിക്ക് അറിയാൻ പറ്റത്തില്ലേ? ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ചാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്കുണ്ടല്ലോ. അത് തന്നെയാടി കുഴപ്പം. നമ്മൾ രേവതിക്കുട്ടിയുടെ ആരുമല്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മകളെ പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞെങ്കിലും അവൾ മറുവശത്ത് കിളവൻ വച്ച് നീട്ടുന്നത് എന്തൊക്കെയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തക്കാരോ ബന്ധുക്കളോ ഒക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് അങ്ങോട്ട് ചായണം തോന്നുന്നില്ലേ? പിന്നെ ഒരു കുടുംബത്തിലെ അംഗമാണെന്നൊരു സ്ഥാനം അവൾക്ക് കിട്ടുവാണ്. പിന്നെ ആരൊക്കെ ഉണ്ടെന്നുള്ളതും കിട്ടുവാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് തോന്നില്ലേ ഇതൊക്കെയാണ് നല്ലതെന്ന്? പോകാൻ അവൾ സ്വമേധയാ തയ്യാറായാലും എന്താ ചെയ്യുക? നമുക്ക് അവളെ പിടിച്ച് നിർത്താൻ കഴിയുമോ? അപ്പോൾ ഗ്രേസമ്മ അത് കേട്ട് വീണ്ടും ഒന്നും കൂടെ പേടിക്കുക. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി നമ്മളെ ഉപേക്ഷിച്ച് പോവോ? നമുക്കവളെ അത്ര വില തന്നിട്ടുള്ളോ? എടി, രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ? രേവതിക്കുട്ടി പോവാൻ തീരുമാനിച്ചാൽ നീ തടയാൻ പറ്റുമോ നമുക്ക്? ഒന്നും പറ്റത്തില്ല. എല്ലാം കർത്താവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നാലും ഗ്രേസമ്മയ്ക്ക് ഒരു വാക്ക് പിന്നീട് ഉരിയാടാനേ പറ്റുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഊണും ഉറക്കവും ഒന്നുമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ വൈകിട്ട് കോളേജിൽ നിന്നൊക്കെ തിരിച്ച് രേവതി വരുവാണ്. അപ്പോൾ രേവതി വന്ന് അകത്ത് കയറുമ്പോൾ തന്നെ മാമച്ചൻ വല്ലാണ്ടിരിക്കുവാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്നും ആൻറ്റിയായിട്ട് വഴക്ക് കൂടിയല്ലേ? ഇനി വഴക്ക് കൂടി ഇന്നും അങ്കിള് തോറ്റുപോയല്ലേ? അതാ ഇങ്ങനെ ഇരിക്കുന്നത്. തോക്കാനല്ലേ എൻ്റെ വിധി. സാരമില്ലെന്നേ, വൈകിട്ട് ഞാനൊരു പെഗ് കൂടുതൽ തരാം, നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം ഇത്, ഒന്ന് ചിരിച്ചേ എന്നൊക്കെ മാമച്ചനോട് പറയുമ്പോൾ മാമച്ചൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സ്നാക്സും ചായയും ഒക്കെ ആയിട്ട് ഗ്രേസമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയെ കണ്ടെങ്കിലും വല്ലാത്ത സങ്കടം മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടേ രണ്ടുപേരും രേവതിയോട് മിണ്ടാണ്ടിരിക്കുക. ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത്? രണ്ടുപേരും മുട്ടം വഴക്കുണ്ടാകുന്ന ലക്ഷണം ഉണ്ടല്ലോ ഇന്ന്. രണ്ടിനെയും കൊണ്ട് തോറ്റല്ലോ. അങ്ങനെ രേവതി അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. രണ്ടുപേരുടെ മുഖം കൊണ്ട് തെളിയുന്നില്ല. ഇന്ന് എന്തായിരുന്നു പ്രശ്നം? എല്ലാത്തിനും ഞാൻ വേണം പരിഹാരം ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ പറഞ്ഞോ, അപ്പം നീ തന്നെയാണ് പ്രശ്നം എന്നിങ്ങനെ ഗ്രേസമ്മ പറയാം. ഞാൻ എന്ത് ചെയ്തു? നീയേ കോളേജിൽ പോയി തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിന്നോട് വഴക്കുണ്ടാക്കാമായിരുന്നല്ലോ. ആ സുവർണാവസരം നീ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് പകൽ മുഴുവൻ ഞങ്ങൾ തമ്മിൽ വഴക്കടിക്കേണ്ടി വരുന്നു. അത് എത്ര കാലമായി തുടരുന്നതാ? ഭയങ്കരമായിട്ട് ബോറടിച്ചോടി. അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ കോളേജിൽ പോകുന്ന അങ്ങ് നിർത്തിയേക്കാം. അയ്യടാ എന്നൊക്കെ ഞാൻ പറയുമെന്ന് വിചാരിച്ചെങ്കിലേ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ കോളേജിൽ പോവും, പഠിക്കുകയും ചെയ്യും. പഠിച്ച് IAS IPS ഒക്കെ ആയിട്ട് വേണം എനിക്ക് രണ്ടെണ്ണത്തിന് വരച്ച വരയിൽ നിർത്തി മര്യാദ പഠിപ്പിക്കാൻ. നീ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാമച്ചൻ ചോദിക്കുക. ഗ്രേസമ്മയുടെ മുഖം കൊണ്ട് തെളിയണേ ഇല്ല.
പിന്നെ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് പകരം ഞങ്ങൾക്ക് അലീന മോളെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നിവരിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഉടനെ രേവതിയുടെ മുഖം അങ്ങ് വാടിപ്പോയി. കാരണം രേവതി അലീനെ പറഞ്ഞപ്പോഴേ. അപ്പോൾ ഗ്രേസി ചോദിക്കുന്നുണ്ട്, എടി അലീന നിന്നെ വിളിക്കാറില്ലേ ദേവു എന്ന് ചോദിക്കും. അവൾക്കവിടെ സുഖമാണോ? ഓ, അലീന ചേച്ചിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരുന്നതല്ലല്ലോ. അവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് പാവം എന്നും പറഞ്ഞ് അലീനയെക്കുറിച്ച് അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് മാമച്ചൻ പറയുന്നുണ്ട്, ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അതൊക്കെ എന്തൊക്കെയായാലും അലീനയ്ക്കും കൂടെ ഉള്ളൊരു കുടുംബമല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ സഹിച്ചും കണ്ടു അവളവിടെ നിൽക്കട്ടെ. ഒരു ഓർഫണേജിലെ സമാധാനത്തിനേക്കാളും നല്ലത് ഇത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കുടുംബമാണ് നല്ലത് അല്ലേ മോളെ എന്ന് രേവതിയോട് ചോദിക്കട്ടോ. രേവതി മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാലോ? ഓഹോ, നിങ്ങൾ രണ്ടുപേരും കൂടെ അലീനെ ചേച്ചിയുടെ വീട്ടുകാർ ദ്രോഹിക്കുന്ന പോലെ എന്നെ ദ്രോഹിക്കാനാണോ തീരുമാനം? എടി, ഞാൻ അങ്ങനെയല്ല. നിനക്ക് എന്തായാലും ഒരു അച്ഛനും അമ്മയും കാണുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരാരെങ്കിലും നിന്നെ അന്വേഷിച്ച് വന്നാൽ എന്താ? അലീനയുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയല്ലേ നടന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയത്? എന്താ ഇപ്പോൾ ഇവിടെ നടന്നത്? അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വല്ലാതിരിക്കുമ്പോൾ വീണ്ടും ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശനാണെന്ന് വിചാരിക്കുക, വലിയ കോടീശ്വരനാണെന്ന് വിചാരിക്കുക, അയാൾ വന്ന് നിന്നെ തിരിച്ചറിഞ്ഞാൽ നീ എന്തു ചെയ്യും? നീ പോവോ? അപ്പോൾ വീണ്ടും ഗ്രേസമ്മ ചോദിക്കുകയാണ്, അതല്ല അവർ വിളിച്ചാൽ നീ പോവോ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതി വല്ലാതെ പിണക്കം പോലെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാലും ഇവരിങ്ങനെ ചോദിച്ചതിന് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് രേവതി ഇങ്ങനെ വിചാരിക്കണം. അപ്പോൾ മാമച്ചൻ വീണ്ടും പറയാം, അവർ ചിലപ്പം പണക്കാരനാണെങ്കിലോ, നല്ല സ്ഥാപനങ്ങളും ബിസിനസ്സും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലോ നീ പോവോ? എസ്റ്റേറ്റൊക്കെ ഉണ്ടോ അവർക്ക്? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. എസ്റ്റേറ്റും ഉണ്ടെന്നങ്ങ് വിചാരിച്ചോ? അങ്ങനെ എനിക്ക് പോകുന്നതിന് എന്താ കുഴപ്പം? ഞാൻ പോവാം. അതുമാത്രമല്ല, ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞ സ്വത്തുക്കളെല്ലാം എനിക്ക് തന്നെ കിട്ടുമോ, അതോ പല അവകാശികളും കാണോ? എല്ലാ സ്വത്തും മുഴുവനും നിനക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചോ? വലിയ ബിസിനസ്സുകാരാണെങ്കിൽ സ്വന്തം വിമാനം വരെ കാണുമല്ലേ. ഇനിയിപ്പോൾ വിമാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇഷ്ടംപോലെ കാശുണ്ടെങ്കിലേ എനിക്കത് ആ കാശൊക്കെ കൊടുത്ത് ഒരു പുതിയൊരു വിമാനം വാങ്ങാമല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയട്ടെ. ഇതും കൂടെ കേൾക്കുമ്പോൾ അവർക്ക് നല്ല വിഷമാവണം കേട്ടോ. എന്നാലും സാരമില്ല, ആദ്യം ഞാനൊരു വ്യവസ്ഥ വയ്ക്കും. സ്വത്ത് മുഴുവനും എൻ്റെ പേരിൽ ഞാൻ എഴുതി വയ്ക്കും. എങ്കിലേ എനിക്കൊരു ഉറപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ കിട്ടിയാൽ നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുമല്ലേ? പിന്നെന്താ, എനിക്കെന്താ പോക്കൂടെ? നിങ്ങൾക്ക് എസ്റ്റേറ്റില്ല, വമ്പൻ ബിസിനസ്സില്ല, സ്വകാര്യ വിമാനമില്ല, ഒന്നുമില്ല. അത് മാത്രമാണോ? നിങ്ങളെൻ്റെ ആരുമല്ലല്ലോ. പിന്നെ മറുവശത്ത് നോക്കുമ്പോൾ എൻ്റെ കുടുംബക്കാരല്ലേ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിനക്ക് തന്ന സ്നേഹത്തിന് ഒരു വിലയില്ലല്ലേ? സ്നേഹം മണ്ണാങ്കട്ട. ഇന്നത്തെ കാലത്ത് സ്നേഹത്തിനേക്കാളും പണത്തിനല്ലേ ആൻറ്റി വില. എങ്ങനെയൊക്കെ പറയുമ്പം രണ്ടുപേരും വല്ലാതെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഉടനെ രേവതി അങ്ങോട്ട് എണീറ്റ് പോവാമെന്ന് പറഞ്ഞ് പോവാം. പക്ഷേ രണ്ടുപേരുടെയും മനസ്സിങ്ങനെ മുറിഞ്ഞിരിക്കുന്ന കാര്യം രേവതി തിരിച്ചു വരുവാണ്. വന്നിട്ട് നമ്മുടെ ഗ്രേസമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, ആൻറ്റി നിങ്ങളെയൊക്കെ വിട്ട് എനിക്ക് പോകാൻ കഴിയുമോ? എൻ്റെ അച്ഛനോ അമ്മയല്ലേ നിങ്ങൾ? എനിക്ക് അത്രയ്ക്ക് സ്നേഹമല്ലേ നിങ്ങളോട്? ഞാൻ എവിടെയെങ്കിലും പോകുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഞാൻ പറയുന്നതൊക്കെ അങ്ങ് വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കില്ലേ, വിഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മയെ ചേർത്ത് വയ്ക്കാം. രണ്ടിനെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ? പൊന്നുകൊണ്ട് പൊതപ്പിക്കാമെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല. പിന്നെ മുടി എണ്ണി മുത്ത് തരാമെന്ന് പറഞ്ഞാലും ഞാനതേ മയങ്ങി പോവോ? ഇല്ല. എന്നെ ഏതെങ്കിലും രാജ്യത്ത് രാജകുമാരിയാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവോ? ഇല്ല, അങ്ങനെ ഞാൻ പോവില്ല, ഒരിക്കലും പോവില്ല. അപ്പോൾ കൈയൊക്കെ പിടിച്ച് വെച്ച് അങ്ങ് ഉമ്മ കൊടുക്കാൻ കേട്ടോ. കൊള്ളാം, അങ്കിളും കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും ഒരു കോമഡി പീസായി പോയല്ലോ എന്നായിട്ടോ. അങ്ങനെ ഗ്രേസമ്മയ്ക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഈ രമേശൻ നായരിലെ അപ്പൂപ്പൻ, അയാൾ നേരെ ചെല്ലുന്നത് ത്യാഗഭവനത്തിലേക്കാട്ടോ. നമ്മൾ ചിന്നിക്കുട്ടീനെയൊക്കെ കൊണ്ടാക്കിയേ അവിടെ ചെല്ലുവാണ്, കൊല്ലത്ത്. അവിടെ ചെന്ന് സിസ്റ്റർമാരെയൊക്കെ കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെയും 10-20 വയസ്സായ ഒരു കുട്ടിയെന്ന് അവർ ഞങ്ങൾക്ക് തന്നിട്ടില്ല, 3-3.5 വയസ്സ് വരും. അയ്യോ, ഇതിപ്പോൾ വല്ലാത്ത പ്രശ്നമായല്ലോ. ഒരിടത്ത് പോയപ്പോൾ 35 വയസ്സ്, ഇവിടെ വന്നപ്പോൾ 3.5 വയസ്സ്, വലിയ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് അങ്ങനെ പറയാം. എന്നാൽ ഞാൻ അങ്ങനെ ചിന്നിക്കുട്ടിയെ വിളിച്ച് കാണിച്ചു കൊടുക്കാനുണ്ടോ. ചിന്നിക്കുട്ടിയുടെ കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ അപ്പൂപ്പന് ഇഷ്ടാവുന്നുണ്ട്. പക്ഷേ അത് ആ കുട്ടിയല്ലല്ലോ ഇവർ അന്വേഷിച്ച് വന്നത്. അപ്പം അയാൾ പറയുന്നുണ്ട്, പാലാരി വട്ടത്താണ് രേവതി കുട്ടിയെ അങ്ങളെ അയച്ചിട്ടുള്ളത്, അവിടെ ഉണ്ടല്ലോ ആ കുട്ടി, ഞാനവിടെ പോയിരുന്നു, കണ്ടിരുന്നു. പക്ഷേ അവിടെ അവർ പറയണത് ആ കുട്ടി അവിടെ ഇല്ലെന്നാ. അങ്ങനെയാണെങ്കിൽ അപ്പച്ചനും ഇവിടെ ഇരിക്കും, ഞാൻ അവരെ ഫോണിൽ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്താ അവിടുത്തെ കാര്യം, രേവതി കുട്ടി എങ്ങോട്ടാണ് പോയതെന്നൊക്കെ. അങ്ങനെ ഇങ്ങനെ അവിടെ ഇരുത്തിയിട്ട് സിസ്റ്റർ നേരെ ചെന്ന് പാലാരി വട്ടത്ത് ഗ്രേസമ്മയൊക്കെ ഫോണിൽ വിളിച്ചങ്ങ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രേവതി കുട്ടിയോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.